പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, കെം ടോക്കിലെ +1 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ 26ാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഇയർ കെമിസ്ട്രിയിലെ 13ാമത്തെ ചാപ്റ്ററായ ഹൈഡ്രോ കാർബണിലെ 2ാം ഭാഗമാണ്. 1ാം ഭാഗം 25ാമത് എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന 18 ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങളത് കേട്ടിരിക്കുമെന്ന് കരുതുന്നു. മുന്നേ അപ്ലോഡ് ചെയ്യപ്പെട്ട 25 വീഡിയോയുടെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കുകൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഇപ്പോൾ തന്നെ കാണാനുള്ള സംവിധാനമുണ്ട് എന്നെല്ലാവരെയും അറിയിക്കുകയാണ്. നമുക്ക് വരാം ഹൈഡ്രോ കാർബണിലെ സെക്കൻഡ് പാർട്ടിലേക്ക്. അതായത് 18 ക്വസ്റ്റ്യൻസ് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. നമ്മുടെ ഈ ഡിസ്കഷൻ്റെ ഒരു പാറ്റേൺ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. 12 ടൈമുകളിലായി നടന്ന പരീക്ഷകൾ, ഇംപ്രൂവ്മെൻറ്റ് അതുപോലെ മെയിൻ പരീക്ഷ. ഈ പരീക്ഷയ്ക്ക് വന്ന ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു ഡിസ്കഷൻ്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ട മറ്റു പോയിൻറ്റുകളും കൂടെ ഇതിൽ ചർച്ച ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വരാം 19ാമത്തെ ക്വസ്റ്റ്യൻ. സ്ക്രീനിലേക്ക് നോക്കുക. കംപ്ലീറ്റ് ദി ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻ. താഴെ തന്നിരിക്കുന്ന രാസസമവാക്യം പൂർത്തിയാക്കുക. നമ്പർ 1, CH3CH2Br പ്ലസ് Na സോഡിയം പ്ലസ് Br CH2CH3, അതായത് ആൽക്കൈൽ ഹാലൈഡും സോഡിയവുമാണ്. ആ റിയാക്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലായി അത് വുഡ്സ് റിയാക്ഷനാണ്. ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിലാണ് ഇത് നടക്കുക. വാട്ട് വിൽ ബി ദി പ്രോഡക്റ്റ്? ബ്യൂട്ടൈൻ ആയിരിക്കും. കാരണം CH3CH2ൻ്റെ ഡബിൾ ആയിരിക്കും പ്രോഡക്റ്റ്, അതായത് ഈ ബ്യൂട്ടൈൻ. ക്ലിയർ? നമ്പർ 2, CH3CH2I ഹലോ ആൽക്കീനാണ്, അയഡോ ഈഥൈനാണ്. ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൽ വെച്ച് ചൂടാക്കണം. ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് എവിടെ നിങ്ങൾ ആരോ മാർക്കിൻ്റെ മുകളിൽ കണ്ടാലും പ്രോഡക്റ്റ് ആൽക്കീൻ ആയിരിക്കുമെന്ന് പ്രത്യേകം ഓർക്കണം. ആൽക്കീൻ എത്ര കാർബൺ ഉണ്ടാവും? ആ ആൽക്കീനിൽ ഡബിൾ ബോണ്ടഡ് കാർബണിൽ എത്ര കാർബൺ ഉണ്ടാവും? 2 ഉണ്ടാവും. എങ്ങനെ മനസ്സിലായി? ആ റിയാക്റ്റൻറ്റിൽ 2 കാർബണാണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റിൽ 2 കാർബൺ ഉണ്ടാവും. CH2 ഡബിൾ ബോണ്ട് CH2 ആൽക്കീൻ, ദാറ്റ് ഈസ് എത്തീൻ. 3ാമത്തത് ബെൻസീൻ റിംഗ് ആണ്. അതുമായി CH3Cl അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡായിട്ട് പ്രവർത്തിക്കുന്നു. എത്ര പ്രാവശ്യമാണ് ഈ 3 ക്വസ്റ്റ്യനും റിപ്പീറ്റ് ചെയ്ത് വന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അറിയോ? ശ്രദ്ധിക്കുക, അത്രമാത്രം പ്രാധാന്യമുണ്ടത്. ഇത് തന്നെ പഠിച്ചു വെച്ചോ, അത്രമാത്രം പ്രാധാന്യമാണ്. ബെൻസീനും CH3Cl റിയാക്ട് ചെയ്താൽ ടൊളുവിൻ കിട്ടും. CH3 എന്ന് പറയുന്ന ഗ്രൂപ്പ് ആ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ കയറും. അങ്ങനെ കയറിയ ബെൻസീൻ റിങ്ങിനെ C6H6 എന്നാണ് ബെൻസീൻ റിങ്. പക്ഷേ അത് CH3 വന്ന് ചേരുമ്പോൾ അതിൽ നിന്നൊരു ഹൈഡ്രജൻ റിമൂവ് ചെയ്യും. അപ്പോൾ C6H5 ആവും CH3. ഓക്കെ, ടൊളുവിൻ. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദി ജോമെട്രിക്കൽ ഐസോമറിസം ടേക്കിംഗ് 2-butene ആസ് എൻ എക്സാമ്പിൾ. 2-butene എന്ന് പറയുന്ന ആളെ വെച്ചുകൊണ്ട് ജോമെട്രിക്കൽ ഐസോമറിസം പറയുക. ഇത് ഫസ്റ്റ് പാർട്ടിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയും ആവശ്യമാണെങ്കിൽ ആ ചിത്രം നമുക്ക് ഇപ്പം ഒന്ന് കാണാം. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. സിസ് ബ്യൂട്ടീനും ട്രാൻസ് ബ്യൂട്ടീനും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. 20, ഡ്രോ സിസ് ആൻഡ് ട്രാൻസ് ഐസോമേഴ്സ് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്. താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ടിലെ സിസ് ട്രാൻസ് ഐസോമർ വരയ്ക്കുക. കണ്ടോ അവിടെ? കണ്ടില്ലേ? C2H5 എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് കാർബണുമിലുണ്ട്. പിന്നെ അവിടെ ഒരു CH3 എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പും ഉണ്ട്. ശരിയല്ലേ? പിന്നെ ഡബിൾ ബോണ്ടഡ് കാർബൺ കഴിഞ്ഞിട്ട് അതുമേലെ CH3 ഉണ്ട്, C2H5 ഉണ്ട്. ഓക്കെ അല്ലേ? ഒരേ ഗ്രൂപ്പുകൾ ഒരേ ഭാഗത്ത് വന്നാൽ ദാറ്റ് ഇസ് സിസ്, സെയിം ഗ്രൂപ്പ് ഓൺ അഡ്ജസൻറ്റ് സൈഡ്. സെയിം ഗ്രൂപ്പ് ഓൺ ഡിഫറൻറ്റ് ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ ഇതിനെ ട്രാൻസ് എന്ന് പറയും. കണ്ടോ? അപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് അതിനെ പറയാം. സിസ് ട്രാൻസ് ഐസോമറിസത്തിൻ്റെ വേറെ പേരാണ് ജോമെട്രിക്കൽ ഐസോമറിസം. റെഡി? ഇതിൽ ബി, കംപ്ലീറ്റ് ദി ഫോളോയിങ് റിയാക്ഷൻ.
ഈ ചാപ്റ്ററിൽ ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത് അല്ലേ? ഇവിടെയും കണ്ടോ നിങ്ങൾ 3CH ട്രിപ്പിൾ ബോണ്ട് CH കണ്ടപ്പോഴേക്ക് ഓർമ്മ വന്നു. എന്താണ് ഓർമ്മ വന്നത്? റെഡ് ഹോട്ട് അയൺ ട്യൂബ് എന്ന് എവിടെ കണ്ടാലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ബെൻസീനാണ്. ഏതെന്നായിരിക്കും ഉണ്ടാവുക? അസറ്റിലീൻ എന്ന് പറയുന്ന CH ട്രിപ്പിൾ ബോണ്ട് CH ആണ് റിയാക്റ്റൻ്റ് എങ്കിൽ, റെഡ് ഹോട്ട് അയൺ ട്യൂബ് എന്ന ആരോ മാർക്കിന് മുകളിൽ ഉണ്ട് എങ്കിൽ ഉത്തരം ബെൻസീനാണ്. ബെൻസീൻ C6H6. കാൽസ്യം കാർബൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താണ് കിട്ടുക? അസറ്റിലീൻ കിട്ടും. C2H2. ആരാണ് ഈ അസറ്റിലീൻ? ഒന്നാമത്തെ ഇക്വേഷനിലെ റിയാക്റ്റൻ്റ് സൈഡിലുള്ള CH ട്രിപ്പിൾ ബോണ്ട് CH പറഞ്ഞ ആളാണ് C2H2 പറഞ്ഞത്. അത് കിട്ടാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ കാൽസ്യം കാർബൈഡിനെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ മതി. ഹൗ ക്യാൻ യു പ്രിപ്പയർ അസറ്റിലീൻ ഫ്രം കാൽസ്യം കാർബൈഡ്? Calcium carbide react with water to form acetylene. What is the formula of acetylene? C2H2. What is its structure? CH triple bond CH. What is its structure? That is linear structure. What is its hybridization? In carbon, triple bonded carbon in the hybridization, always sp. That is linear structure. നന്നായി ശ്രദ്ധിക്കുക. C. Draw the Sohos projection for the eclipsed and staggered form of ethane molecule. പ്രശ്നം ചെയ്യല്ലോ. ഇനി ചിത്രം കാണണോ? സ്ക്രീനിലേക്ക് നോക്കൂ. വളരെ പ്രധാനമാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വീണ്ടും വന്നു. റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ. ഈ 20ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് പഠിച്ചു വെച്ചാൽ അതേപോലെ പരീക്ഷയ്ക്ക് വരുന്ന രൂപത്തിലുള്ള ഒരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യനാണിത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, പഠിച്ചു വെക്കുക, എഴുതി പഠിക്കുക. ഓക്കെ, അടുത്തിലേക്ക് പോയാലോ. 21. How is alkane prepared by Kolb's electrolytic method? Kolb's electrolytic മെത്തേഡിലൂടെ എങ്ങനെയാണ് ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യുക? ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. COONAO COOKO ഉണ്ടായാൽ അതിനെ ഇലക്ട്രോളിസിസ് നടത്തിയാൽ മതി. അപ്പോൾ എന്താ കിട്ടുക? COONA എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഏതാ ഗ്രൂപ്പ് നോക്കുക? ആൽക്കൈൽ ഗ്രൂപ്പ്. ഒരു കാർബണാണുള്ളത്. അപ്പോൾ ആ കാർബണിൻ്റെ ഡബിൾ വരും പ്രോഡക്റ്റ്. അപ്പോൾ CH3 ഈഥേന് കിട്ടും. COONAയുടെ അപ്പുറത്തുള്ള ഗ്രൂപ്പ് എന്താണോ ആ ഗ്രൂപ്പിൻ്റെ ഡബിൾ ഉണ്ടാവും പ്രോഡക്റ്റ്. ഓക്കെ, ക്ലിയർ? നന്നായി ശ്രദ്ധിക്കുക. അടുത്തത്, സെലക്ട് ദി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഫ്രം ദി ഫോളോയിങ്. 4 പേരവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആരാണ്? NH2 ഗ്രൂപ്പും CH3 ഗ്രൂപ്പുമാണ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. ഇനി ഞാൻ ഒരാളെ പറയാം, അവിടെ തരാത്ത ഒരാളെ തരാം. OH ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. NH2 CH3 OH ഇതൊക്കെ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. ഞാൻ അതുകൂടി ഓർത്തോളി. ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. ആ 3 ഗ്രൂപ്പും ബെൻസീൻ റിങ്ങിലുണ്ടെങ്കിൽ ഓർത്തോയിലും പാരയിലും നെഗറ്റീവ് ചാർജ് വരും റെസൊണൻസിൻ്റെ ഫലമായി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആരാ? അതിൽ SO3H COOH. ഇനി വേറൊരാളെയും കൂടെ ഞാൻ പറഞ്ഞുതരാം. NO2 നൈട്രോ ഗ്രൂപ്പ്. ഇത് 3ഉം ഡി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. ഇവർ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പും കൂടിയാണ് എന്ന് ഓർത്തിരിക്കുക. സി. വാട്ട് ഈസ് ഓസോണോളിസിസ്? ഓസോണുമായിട്ടുള്ള റിയാക്ഷനാണ് ഓസോണോളിസിസ്. റൈറ്റ് ദി നെയിം ഓഫ് പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് വെൻ പ്രൊപ്പീൻ അണ്ടർഗോ ഓസോണോളിസിസ്. പ്രൊപ്പീൻ 3 കാർബണുള്ള ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് പ്രൊപ്പീൻ. അത് ഓസോണായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു വീടെടുത്ത മാതിരി ആ 3 ഓക്സിജനും കണ്ടോ, ആ ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് കൂടെ അങ്ങനെ കവർ ചെയ്ത് പോയിന്. അത് കഴിഞ്ഞ് അതിനെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറമുള്ള എത്ര കാർബൺ? 2 കാർബൺ. ഇപ്പുറത്ര 1 കാർബൺ. അപ്പോൾ ഇപ്പുറത്തുള്ള 2 കാർബണിന് ഈക്വലായ ഒരു ആൽഡിഹൈഡ് കിട്ടും. അതാണ് CH3CHO, 2 കാർബണുള്ള ആൽഡിഹൈഡ്. പിന്നെ അപ്പുറത്ത് 1 കാർബണാണുള്ളത്, 1 കാർബണുള്ള ആൽഡിഹൈഡും കിട്ടും. ഓക്കെ, ഇത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇതിൻ്റെ കുറേ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 22ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദി പ്രോഡക്റ്റ് ഓഫ് ദി ഫോളോയിങ് കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ആൾസോ നെയിം ദം. താഴെ തന്നിരിക്കുന്ന റിയാക്ഷൻ്റെ പ്രോഡക്റ്റ് എഴുതുക, എന്നിട്ട് ആ റിയാക്ഷൻ്റെ നെയിം എഴുതുക. ആദ്യത്തെ ഇക്വേഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ എന്താണത്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് വുഡ്സ് റിയാക്ഷൻ. വാട്ട് വിൽ ബി ദി പ്രോഡക്റ്റ്? CH3 ഈഥെയിനാണ് അവിടെ പ്രോഡക്റ്റ്. ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നേ 20ാമത്തെ ക്വസ്റ്റ്യൻ അതായിരുന്നല്ലോ.
അടുത്ത CH3 CH2Br ആൽക്കഹോളിക്